ഹലോ ഹായ് ചങ്ങന്മാരെ, മുനീറാണ്. ഇന്ന് നമ്മളൊരു ടീപ്പോയ് പരിചയപ്പെടുത്താൻ പോട്ടോ. ഇതാണ് നമ്മളാ പറഞ്ഞ ടീപ്പോയ്. ഈ ടീപ്പോയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പ് നമ്മൾ ഹൈഡ്രോളിക്കുമേലാണ് ഫിറ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ടോപ്പ് നമുക്ക് പൊന്തിച്ച് കാണിച്ചു തരാം. ഇതിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. ഇത് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിന്നോളൂ കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ടീപ്പോയിന്റെ അതിലല്ല, ഉള്ളിലുള്ള സ്റ്റോറേജ് നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് പുസ്തകങ്ങളോ ഇനി അതല്ല ഫയലുകളോ എന്താ നമ്മളെ കയ്യിലുള്ള വെച്ചാൽ ഈ ഏരിയയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ ഗ്ലാസ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ആണ് ചെയ്തത്. ഇത് വൈറ്റ് ഗ്ലാസ്സിലൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ സ്ട്രെച്ചർ, ഇതിന്റെ പ്ലൈവുഡ് 16mm പ്ലൈവുഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. അത് ഗ്രേഡുള്ള പ്ലൈവുഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ കളർ നമുക്ക് സോഫന്റെ കളറിനനുസരിച്ച്, അതായത് നമ്മൾ ഏത് കളറിലാണോ സോഫ നിർമ്മിക്കുന്നത് ആ കളറിൽ തന്നെ അതേ ഡിസൈനിൽ തന്നെ നമുക്ക് ഈ ടീപ്പോയ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എന്ത് ഡിസൈനാണോ സോഫക്ക് വരുന്നത്, ഏത് കളറാണോ സോഫക്ക് വരുന്നത്, റെക്സിനായാലും ക്ലോത്ത് ആയാലും എന്ത് സാധനങ്ങളായാലും നമുക്ക് അതേ ഡിസൈനിൽ നമുക്ക് വേണ്ടിയ സൈസിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോ ഒരു നോർമലായിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസാണ്. 3 അടി നീളവും 2 അടി വീതിയും വരുന്ന ടീപ്പോയാണ് നിർമ്മിച്ചത്. ഇത് നമുക്ക് എത്ര നീളത്തിലും എത്ര വീതിയിലുമാണ് നിർമ്മിക്കാൻ കഴിയും. ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് ഇത് വരുന്നത്. നമുക്ക് ഇത്ര സ്പേസ് ഇല്ലെങ്കിൽ സ്പേസ് കുറച്ചിട്ട് നമ്മൾ നിർമ്മിക്കാൻ കഴിയും. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അത് സിമ്പിളായിട്ട് അവിടെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇത് സോഫന്റെ ഹൈറ്റ് പോലെ തന്നെ ഇതിന്റെ ടോട്ടൽ ഹൈറ്റും നമുക്ക് ചെയ്യാം. ഇതിന് ലെഗ് വെച്ചിട്ടുള്ളത് 4 ഇഞ്ചിന്റെ ലെഗാണ് വെച്ചത്. അത് നിങ്ങളെ സോഫ ഏതാണോ ലെഗ് വരുന്നത് ആ ലെഗിനനുസരിച്ച് തന്നെ നമുക്ക് ഇതിന്റെ ലെഗും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ സൈസിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇത് ഒന്നും കൂടി ഇതിന്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് നമ്മൾ കറക്റ്റ് കൊണ്ട് നീണ്ടു വരുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സോഫയിലൊക്കെ കുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബെഡ്റൂമിലായാലും അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നിടത്തിലാണെങ്കിലൊക്കെ നമുക്ക് ഇത് നമ്മളിങ്ങനെ വലിച്ചു വെച്ചാൽ നമ്മളെ കാല് ഉള്ളിലേക്ക് പോയി കിട്ടും. അപ്പൊ നമുക്ക് എഴുതാനും വായിക്കാനും കണക്കൊക്കെ നോക്കാനും ഒക്കെ നല്ലൊരു സുഖമാണ്. നമ്മൾ സോഫയിലൊക്കെ ഇരുന്നാണ് നമ്മൾ റെസ്റ്റ്, നല്ല കറക്റ്റ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇരുന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക നമ്മളെല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടീപ്പോയാണ്. അപ്പൊ നമ്മൾ സ്ഥലം കൊടുക്കില്ല, നമുക്ക് ഈ ഹൈറ്റിന്റെ പ്രശ്നം വരില്ല. എവിടെ നമ്മൾ ഇപ്പൊ ഒരു സോഫന്റെ നടുവിലൊക്കെ ഈ ഹൈറ്റിന്റെ ടീപ്പോയ് ഇടാൻ കഴിയുന്നതരും. അപ്പൊ ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോയി ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുകളിൽ ചായ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ ചങ്ങായിമാരെ, നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ടീപ്പോയിന്നുമല്ല, സോഫ, കർട്ടന്, അതുപോലെ നമ്മൾ ഈ കട്ടിലുണ്ടല്ലോ, ഫുള്ള് കവർ ചെയ്തിട്ടുള്ള കട്ടില്, ഹെഡ് ബോർഡ് തുടങ്ങി അപ്പോൾസറി ആയിട്ടുള്ള എന്ത് വർക്ക് ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് അത് റീപ്ലൈ തരാൻ സാധിച്ചോളല്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല. ഇനി അതല്ല കോൾ ചെയ്താലും നമ്മൾ അപ്പം തന്നെ റീപ്ലൈ തരുന്നതാണ്. അപ്പം നമ്മൾ ഹൈ ക്വാളിറ്റി സോഫ, കർട്ടന് കാര്യങ്ങളൊക്കെ ചെയ്തു കേരളത്തിൽ എവിടെ ആണെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ വീഡിയോ ആവശ്യക്കാർക്കൊക്കെ. ഓക്കെ.